ഹായ് വ്യൂവേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അങ്കിത്തിനും അമ്മയ്ക്കൊക്കെ അവധിയാണ്, എക്സാം നടക്കുകയാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ്, നമ്മുടെ കമുഞ്ചേരി തിരുവിളങ്ങോനപ്പ ക്ഷേത്രത്തിലെ. അപ്പം നാട്ടിലാണെങ്കിൽ ഉത്സവത്തിനൊക്കെ പോകാമായിരുന്നു. ഇപ്പം ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അനിയൻ 3-4 ദിവസം ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അയച്ചു തരുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടും, ഉത്സവത്തിൻ്റെ വീഡിയോ. അപ്പം ഇവിടെ നമുക്ക് ആകെപ്പാടെ ചോറും കറിയും മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉള്ളതൊക്കെ വെച്ച് നമുക്കൊരു ചെറിയ തട്ടിക്കൂട്ട് സദ്യ പോലെ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്കിത്തോപ്പിയൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. ഞാൻ കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചു. 9 മണിയായി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ താമസിച്ചായ എല്ലാ കാര്യങ്ങളും എണീക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റ്. അപ്പം ബാക്കി വീഡിയോ കാണാം. അപ്പം രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ സാമ്പാർ ഇഞ്ചിക്കറിയും വെച്ചായിരുന്നു. ഇത്ര ഇഞ്ചിയാണ് നമ്മൾ കറി വെച്ചത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലാസ്റ്റ് തേങ്ങയാണ്. തേങ്ങയെല്ലാം തീർന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാമ്പാർ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ വേവുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഇഞ്ചിക്കറി പിന്നെ റെഡിയാക്കി വെച്ചു രാവിലെ, കുളിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ. അങ്ങനെ ഇഞ്ചിക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാർ കൂടെ കടുവറുത്ത് വെച്ചിട്ട് അവരെയും കൂടെ വിളിച്ചെണീപ്പിച്ച് കുളിച്ച് റെഡി ആവണം. അങ്ങനെ നമ്മൾ സാമ്പാർ കടുവറുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് തിളച്ച് പറ്റണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് രാവിലെ വിളക്ക് കത്തിച്ച്. രാവിലെ എന്ന് പറഞ്ഞാൽ 9 മണി കഴിഞ്ഞ് കേട്ടോ. വിളക്ക് കത്തിച്ച്. ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം നാട്ടിൽ. അപ്പം നമുക്ക് ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അരി അരച്ച് വെച്ചിട്ടുണ്ട്. ദോശ, പച്ചക്കറി ഒന്നും കിടപ്പില്ല. ഒരുപാട് അവിയൽ വെക്കാൻ, കഷ്ണം ഇടാനൊന്നും. അപ്പം എനിക്ക് ഇന്നലെ രാത്രിയിലാണ് ഈ ബോധം തോന്നിയത്. അന്ന് നമുക്ക് സദ്യ ഒരുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ പോയിട്ട് വാങ്ങിച്ചോണ്ട് വരാൻ ആളൊന്നും ഇല്ല ഇവിടെ രാത്രിയിലൊന്നും പോയിട്ട്. അതുകൊണ്ട് പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അവിയൽ വെക്കാനില്ല, തോരൻ വെക്കാനും പച്ചടി വെക്കാനും ഉണ്ട്, മോരുകറി വെക്കാം, സാമ്പാർ വെച്ചു. പിന്നെ പായസം വെക്കാൻ പരിപ്പിരിപ്പുണ്ട്. തേങ്ങാപ്പാലില്ല, തേങ്ങാപ്പാലിൻ്റെ ചെറിയൊരു മിക്സ് കയ്യിലുണ്ട്, ഒരു കോക്കനട്ട് പൗഡർ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആക്കാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും കഴിക്കും. ഇങ്ങോട്ട് നോക്ക് അങ്കിത്ത സുഖമായിട്ടിരിക്കുക. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സമയം ഇപ്പം 10 മണി കഴിഞ്ഞ്. അപ്പം ഞാൻ പരിപ്പ് വെക്കുന്നില്ലെന്ന് വിചാരിച്ചതാ. അപ്പം പരിപ്പ് ഇരിപ്പുണ്ട് ഇവിടെ. പിന്നെ പരിപ്പ് വെച്ചാൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് പരിപ്പ് വെക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ. അപ്പം ഇപ്പം ട്യൂഷൻ വരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ചായിരുന്നു. അപ്പം അവർ പപ്പടം വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് പിന്നെ പരിപ്പ് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ സദ്യ കഴിക്കാൻ ഇലയൊന്നുമില്ല. അതായത് പപ്പടം കൊണ്ട് തന്നിട്ടും പോയി. പിന്നെ കുറച്ച് ചിക്കനും വാങ്ങിച്ചോണ്ട് തന്നെ. ചിക്കൻ നാളെ എടുക്കും, ഇന്ന് എടുക്കുന്നില്ല. പരിപ്പിനുള്ള പരിപ്പ് വേവിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പായസത്തിനുള്ള കടലപ്പരിപ്പ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്കിത്തോ അഭി പഠിക്കുവാണേ. പഠിക്കുവാന്നോടാ? നിന്റെ ബുക്ക് എന്ത്? ഇവർക്ക് ഇവിടെ 6-ാം തീയതി ഉള്ളു പരീക്ഷ. 6-ാം തീയതി എന്ന് പറയുന്നത് ഹോളി ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു പരീക്ഷ. 4-ന് എന്തോന്നു ഹോളി അല്ലയോ? 3-4 ചെറിയ ഹോളിയാ, 4-ന് വലിയ ഹോളിയാ. നീ ഹോളി കഴിഞ്ഞിട്ടേ ഉള്ള എക്സാം. അപ്പൊ അവര് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 10-ന് എക്സാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 13-ന് എക്സാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ചുട്ടി. 13-ാം തീയതി എക്സാം കഴിയും. നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം എന്തൊക്കെയായെന്ന്. അപ്പം ഇനി ബീട്രൂട്ട് പച്ചടിക്ക് ബീട്രൂട്ട് വേവിക്കുന്ന അരച്ച് വെച്ച്. പിന്നെ കുറച്ച് പയർ ഇരിപ്പുണ്ട്, പയർ തോരന് വെക്കണം. പിന്നെ പായസം കൂടെ വെക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ സദ്യ. കഴിക്കാൻ ഇലയൊന്നും ഇല്ല, പിന്നെ പ്ലേറ്റിനകത്ത് കഴിക്കണം. പിന്നെ നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ പരിപ്പ് പായസത്തിനുള്ള പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം. പാല് അപ്പുറത്തെ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. പിന്നെ ഇനി തോരനും കൂടെ വെക്കണം, പായസവും വെക്കണം. അപ്പോൾ ഇത് നമ്മുടെ സദ്യയുടെ കാര്യങ്ങളെല്ലാം റെഡിയാവും.
അപ്പം നമ്മളിനി കടു വറുത്തിട്ടാൽ മതി. ഇഞ്ചിക്കും പച്ചടിക്കും പരിപ്പിനും, പിന്നെ തോരനും സാമ്പാർ രാവിലെ വെച്ചായിരുന്നു, പിന്നെ മോരുകറിയുണ്ട്, പായസം. അവിയലില്ല, അവിയലിന് വെക്കാനുള്ള കഷ്ണങ്ങളൊന്നും കിട്ടിയില്ലെന്നല്ല, ഞാൻ പോയില്ല വാങ്ങിക്കാൻ. ഇന്നലെ രാത്രിയിലാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇച്ചിരി ചോറ് വെക്കാമെന്ന്, പരിപ്പും കൂട്ടി കഴിക്കാൻ. പിന്നെ അവർ പിന്നെ പപ്പടം വാങ്ങിച്ചുകൊണ്ട് തന്നുകൊണ്ട് പരിപ്പും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നമ്മുടെ സദ്യയൊക്കെ റെഡിയായി. ഇനി പായസം കൂടെ റെഡിയാക്കിയാൽ മതി. പായസത്തിന് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് മിക്സിക്കകത്ത് അടിച്ച് ശർക്കരക്കകത്തൊക്കെ ഇട്ട് വഴറ്റി. തേങ്ങാപ്പാൽ ഒഴിക്കാൻ തേങ്ങയില്ല. പിന്നെ നമ്മുടെ അടുത്തൊരു പാക്കറ്റ് ഇതിരിപ്പുണ്ട്, ഇത് കോക്കനട്ട് പൗഡറിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ട്, അത് നമുക്ക് ഇട്ട് നോക്കാം. പിന്നെ ബാക്കി ചൂടുപാലും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കടു വറുത്തൊഴിക്കട്ടെ. ഓരോന്നിലും കോരി ഒഴിക്കാം. പരിപ്പിനകത്ത്, പച്ചടിക്കകത്ത്, ഇനി കുറച്ച് ഇഞ്ചിക്കറിക്കകത്ത് ഒഴിക്കാം. ഇനി തോരൻ്റെ ഈ പയറിൻ്റെ ബാക്കി ഇന്നലെ ഞാൻ തോരൻ വെച്ചായിരുന്നു. കുറച്ച് പയറ് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു, വെള്ളിപ്പയർ കിട്ടിയായിരുന്നു. അതെ, അപ്പം നമ്മൾ മൂന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ കൂടുതലാണ്. ഒത്തിരി കൂട്ടാനൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കൂടുതലാണ്. ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ. രാത്രി ഇന്നിപ്പം ബാക്കിയുണ്ടെങ്കിൽ രാത്രിയിലും കഴിക്കേണ്ടി വരും. ഇതൊക്കെ എല്ലാം ഇന്ന് തീരത്തില്ല, നാളെ കൂടെ എടുക്കേണ്ടി വരും കൂട്ടാനും കറിയൊക്കെ. പരിപ്പ് ഇന്ന് തീർക്കണം. ഇഞ്ചിക്കറിയും പച്ചടിയൊക്കെ നാളെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഈ പരിപ്പ് വെച്ചിട്ട് പായസം വെക്കാം. ഇതിനെ ഒന്നുകൂടെ കുഴച്ച് ഇടിച്ച് കൂട്ടി ശരിയാക്കണം. പായസം വെക്കണം. ബാക്കിയൊക്കെ ആയി. പായസം വെക്കാൻ നോക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാതെ. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മിക്സിക്കകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്, പരിപ്പ് വേവിച്ചത്. പിന്നെ ഇനി ഏലക്കയും പഞ്ചസാരയും കൂടെ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പ് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇനി നമുക്ക് ശർക്കര പാനിയാക്കി നിങ്ങൾ ഒഴിക്കാം. ഇനി ഇത് ശർക്കര ഇതിനകത്ത്, പരിപ്പൊന്ന് വേവട്ടെ. നട്ട് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇത് മീൻ കറിക്കകത്തൊക്കെ ഒഴിക്കുന്ന കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് പാല് വെള്ളത്തിനകത്ത് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 സ്പൂണോളം ഇതിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെക്കൻഡ് പാലായിട്ട് ഒഴിക്കാം. ഒഴിച്ച് നോക്കാം. എന്നിട്ട് ലാസ്റ്റിൽ ഇത് കുറച്ചുകൂടെ പൊടിയുണ്ട്, അത് കുറച്ചുകൂടെ കലക്കി നമുക്ക് വെള്ളം ഒഴിക്കാം. ആദ്യം 1ാം പാലായിട്ട് ഒഴിക്കാം. വേണ്ട, പൊടിപ്പിള്ളേർ കാറ് കളിക്കുന്നു. രസത്തിനകത്ത് ഇവിടെ ഇതിനകത്ത് പരിപ്പും ശർക്കരയും കൂടെ വേവുന്നുണ്ട്. നമ്മുടെ ഈ പാലും കൂടെ ഒഴിച്ചു കൊടുത്തു നോക്കാം. സെക്കൻഡ് പാല് ഇച്ചിരി വെള്ളം ഏറെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ വേവട്ടിങ്ങനെ കിടന്ന്. മറ്റേ പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകുമോയെന്ന് പേടി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒഴിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം വെള്ളം പോലെ ആയല്ലോ, പായസത്തിനകത്തൊന്നും ഇല്ലേ. നമ്മൾ തേങ്ങ മാത്രമേ ഉള്ളൂ വറുത്തിടാന്. പിന്നെ ഇതുമായി പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കളിക്കുന്ന കുഞ്ഞുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പാൽ ഒഴിക്കുന്നില്ല, ഇത്ര മതി, ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ പോവാ. ചോറ്, പരിപ്പ്, മോര്, സാമ്പാർ, ഇഞ്ചി പച്ചടി, പയറ് തോരൻ, പപ്പടം, പായസം, പിന്നെ നെല്ലിക്ക അച്ചാർ. ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാ. ഇലയില്ലാത്തതുകൊണ്ട് നമ്മൾ പാത്രത്തിൽ തന്നെ ചോറ് കഴിക്കുന്നത്. പമ്പിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ ചോറ് വിളമ്പുവാണേ. ഇരിക്ക് എന്ത് പരിപ്പുണ്ടല്ലോ,
അത് തോരനല്ലേ? തോരനുണ്ടല്ലോ. സദ്യക്ക് തോരനില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ കൊണ്ടുവെക്ക്. പക്ഷെ അത് വേറെ ടൈപ്പിൽ തോരൻ. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോയാണ്. പരിപ്പ് പരിപ്പ് ഇത്രയും കുറവ്. തൈര് തൈരാ ദാണ്ടേ പച്ചടി സലാഡ് ചെയ്ത് പച്ചടി തൈരിന്റെ ബീട്രൂട്ട് പച്ചടി. അപ്പൊ നമ്മൾ ചോറ് കഴിക്കട്ടെ. പരിപ്പൊഴിച്ച് പപ്പടം ഇട്ട് ഇളക്കി ആദ്യം കഴിക്കും, പിന്നെ സാമ്പാറും മോര് ഒഴിച്ച് കഴിക്കും, പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പായസം കുടിക്കും. അപ്പൊ നമ്മളിനി ചോറ് കഴിക്കട്ടെ. പൈസ വന്നോ? അതാ പറഞ്ഞ സ്പൂണിൽ വെച്ച് കുടിക്കാന്ന്. പൈസ അപ്പം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്നൊരു സിനിമയൊക്കെ കണ്ടു. ഹോട്ട്സ്റ്റാറിനകത്ത് ഇപ്പോൾ ഒരു തമിഴ് മൂവി, അത് മലയാളത്തിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടു. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങനെ ഡോഗിൻ്റെയൊക്കെ കുറച്ച് മൂവി. അപ്പോൾ കുഴപ്പമില്ല, വലിയ കുറച്ചൊക്കെ കോമഡി ഉണ്ടായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ടിട്ട് പിന്നെ രാത്രി ഞങ്ങൾ പാനിപ്പൂരി ഉണ്ടാക്കി കഴിച്ച്. പാനിപ്പൂരി വീട്ടിലുണ്ടാക്കി കഴിച്ച്. പാനിപ്പൂരി വെള്ളം ഉണ്ടാക്കുന്ന മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പപ്പടവും വാങ്ങിച്ച്, പിന്നെ നമ്മൾ കിഴങ്ങും പുഴുങ്ങി ചാട്ട് മസാലയൊക്കെ ഇട്ട് കഴിച്ച്. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാർച്ച് 1-ാം തീയതി നമ്മുടെ കമ്മൂഞ്ചേരി അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പം വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ അതൊരുക്കി ഇതൊരുക്കി സദ്യ ഒരുക്കി, അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഒരുക്കി എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനും വിചാരിച്ച് നമുക്കും ചോറ് വെക്കാമെന്ന്. അങ്ങനെ റെഡിയാക്കി വെട്ടുന്നില്ല. ഞങ്ങളപ്പോൾ രാത്രി പാനിപ്പൂരി കഴിക്കട്ടെ. നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് പിന്നെ ഇച്ചിരി ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറ് ഇഞ്ചിക്കറിയും കൂട്ടി ഇച്ചിരി ചോറൊക്കെ കഴിച്ച് ചോറ് വാരിക്കൊടുത്ത് ഞങ്ങൾ കഴിച്ച് 3 പേരും. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഉത്സവത്തിൻ്റെ വീഡിയോകളൊന്നും വന്നില്ല. ഇനി ആരെങ്കിലുമൊക്കെ അയക്കുമായിരിക്കും നാട്ടിൽ നിന്ന്. അയക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടും. പങ്കിത്തൊബയൊക്കെ പഠിക്കുവാണെങ്കിലും തകർപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.